പണ്ട് നമ്മുടെ നാട്ടില് ഡച്ചുകാര്, പറങ്കികള്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ നമ്മളെ കച്ചവടം ചെയ്യാനെന്നുള്ള വ്യാജേന നമ്മളെ ഭരിക്കാനായിട്ട് ഇവിടെ വന്നല്ലേ. ആ സമയത്ത് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം പണ്ഡിതന്മാർ ധീരമായിട്ടാണ് അവരെ നേരിട്ടിട്ടുള്ളത്. അവരുടെ നാക്കുപയോഗിച്ചും തോലുപയോഗിച്ചും ശക്തമായിട്ട് നേരിട്ട് അവരുടെ ആ ഒരു നേതൃത്വമാണ് മുസ്ലിം സമൂഹത്തിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ മറക്കാൻ പറ്റാത്ത, വിസ്മരിക്കാൻ പറ്റാത്ത ആ ഒരു പങ്കാളിത്തം നടത്തിയത്. നമ്മൾ കഴിഞ്ഞകാല ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, വിസ്മരിക്കാൻ പറ്റാത്ത ചരിത്രമാണ് അവിടെ ഉള്ളത് അല്ലേ. ഞാനീ പറഞ്ഞു വന്നത്, നമ്മുടെ കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര കഴിഞ്ഞ ദിവസം അവസാനിച്ചല്ലേ. മത, സാമൂഹിക, സാംസ്കാരിക നേതാക്കളൊക്കെ ഒരു കുടക്കീഴിൽ ഉസ്താദ് കൊണ്ടുവന്നു വലിയ സദസ്സിൽ മനുഷ്യർക്കൊപ്പം എന്നുള്ള വലിയ പ്രമേയം ഉസ്താദ് പറയുകയുണ്ട്. ഇതൊരിക്കലും രാഷ്ട്രീയ സമ്മേളനമല്ല, മറിച്ച് കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പം നിൽക്കുക, മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നുള്ള വലിയ ആശയമാണ് ഉസ്താദ് മുന്നോട്ട് വെച്ചത്. ഈ ഒരു സദസ്സ് ഇവിടെ അവസാനിക്കുകയാണെങ്കിലും നമ്മുടെ ആ പ്രമേയം ഇപ്പോഴും നിലനിൽക്കുക എന്നുള്ള രീതിയിലാണ് ഉസ്താദ് അത് മുന്നോട്ട് വെച്ചത്. അതിന്റെ അടുത്ത ദിവസം ശശികല എന്ന് പറയുന്ന വിശകല അല്ലേ, അവരൊരു പോസ്റ്റ് ഇടുകയാണ്. അതായത് മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്ന ആ ഒരു വൈജ്ഞാനിക കേന്ദ്രം ഇല്ലെങ്കിൽ ടൗൺഷിപ്പ് പല പാലങ്ങളും തോടുകളൊക്കെ നികത്തിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഒരു അനുമതിയുമില്ലാതെയാണ് അത് വെച്ചിരിക്കുന്ന രീതിയിലൊക്കെ അവർ വർഗീയമായിട്ടുള്ള ഒരു പരാമർശം നടത്തുകയും